ദൈവമുണ്ട് എന്ന് ദൈവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. അതായത് ബിഷപ്പിന് ചുട്ട മറുപടി. നമ്മുടെ കിച്ചുവിന് താക്കീത് കൊടുത്ത, കിച്ചുവിനെതിരെ കേസ് കൊടുക്കൂന്ന് പറഞ്ഞ ബിഷപ്പിന് ചുട്ട മറുപടിയുമായി ഒരു വീട്ടമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം കിച്ചു ഈ പറയുന്ന ബിഷപ്പിനും രേണു സുധിക്കും തക്കതായിട്ടുള്ള മറുപടിയുമായിട്ട് നമ്മുടെ കിച്ചു രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ വെച്ചു തരാം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഞെട്ടിക്കുന്ന തട്ടിപ്പ്. അതായത് രേണുവിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം എന്തായാലും ചർച്ച ചെയ്യണം. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഹോസ്പിറ്റലിൽ നമ്മൾ ഇത്ര പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ എന്ത് വൃത്തികേടിന് വേണമെങ്കിലും നിൽക്കുമെന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം. അതായത് ഒരാൾ വലിയൊരു കാറിലൂടെ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവൻ്റെ കാറ് കണ്ടിട്ട് 500 രൂപ ബില്ലാവേണ്ട ഇടത്ത് 80,000 രൂപയാണ് ബില്ലാക്കിയത്. അതിനുശേഷം നാട്ടുകാർ വളയുന്നു, പോലീസ് വരുന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ മാനേജറെ തല്ലാൻ പോകുന്നുണ്ട്. അതൊക്കെ ആ ഒരു CCTV ദൃശ്യം, മാനേജറെ തല്ലുന്നതും വഴക്കുണ്ടാക്കുന്നതും അതും നിങ്ങൾ ഓരോരുത്തരും കാണണം. അതും ഞാൻ വെച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം പൊന്നു മനുഷ്യന്മാരെ. അതിനു മുമ്പ് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് പേടിക്കാതെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നല്ലൊരു കമന്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്. അമ്മയല്ല ആരാണെന്ന് പറയാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒരുപാട് തുരുളുകൾ നിന്റെ പേരിലുള്ള അഴിക്കും സമൂഹത്തിന് മുമ്പിൽ. അല്ലാതെ കിച്ചുവിന്റെ എന്ത് രഹസ്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്ത് രഹസ്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്റെ രേണുവാണ് കിച്ചുവിനെ, മകനെ, സ്വന്തം മകനെ. ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ വന്ന് രേണു സുധിക്ക് ആയിട്ട് അനുകൂലമായിട്ട് പറയുന്നത് സംസാരിക്കുന്നത് കേട്ടു. പക്ഷെ ഇത്രയും നാളും നമുക്കറിയാം ബിഷപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രേണുവിനെതിരായിട്ടായിരുന്നു. തേഞ്ഞൊട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ആയിരുന്നു രേഷ്മയെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത് ഈ ബിഷപ്പ്. ഇപ്പോൾ കിച്ചുവിനെതിരായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്. അമ്മയല്ല ആരാണെന്ന് പറയാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒരുപാട് തുരുളുകൾ നിന്റെ പേരിലുള്ള അഴിക്കും സമൂഹത്തിന് മുമ്പിൽ. അല്ലാതെ കിച്ചുവിന്റെ എന്ത് രഹസ്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഓക്കെ, ഈ വീട്ടമ്മയെ എനിക്ക് പേഴ്സണലി കുറ്റം പറയാൻ സാധിക്കില്ല എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ഞാൻ പേഴ്സണലി പള്ളിയിൽ അച്ഛനെയും പള്ളിയിൽ ഉസ്താദന്മാരെയും സ്വാമിമാരെയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഇവിടെ എന്തായാലും അതായത് ബിഷപ്പ് ചെയ്തത് തെറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാനതിനെ ബിഷപ്പിന് കുറ്റം പറയുന്നില്ല. ഒരു കാര്യം പറയാം, ആ പാവപ്പെട്ട ബിഷപ്പ് രേണു സുധി കള്ളക്കരച്ചലിൽ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് അങ്ങനെ ഒരു ആരോപണം കിച്ചുവിനെതിരെ പറഞ്ഞത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. എന്തായാലും അത് തെറ്റ് തന്നെയാണ്. ബിഷപ്പ് കാര്യം മനസ്സിലാക്കണമായിരുന്നു, സോഷ്യൽ മീഡിയ നോക്കണമായിരുന്നു. അതൊന്നും അറിയാതെ ഒരു പള്ളിയിലച്ഛന് വന്നിട്ട്, അത്രയും വലിയൊരു പള്ളിയിലച്ഛന് വന്നിട്ട് അങ്ങനെ പറഞ്ഞത് വളരെ വളരെ തെറ്റാണ് പൊന്നുമനുഷ്യന്മാരെ. നമുക്ക് കിച്ചുവിൻ്റെ വീഡിയോ കടക്കാം. അതായത് കിച്ചു സ്വന്തമായിട്ടൊരു ബിസിനസ്, ടീഷർട്ടിന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ആ ഒരു വീഡിയോ, അതായത് ഞാൻ രേണുവിനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് പണിയെടുക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ കിച്ചു ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടും പിന്നെ രേണു വിഷയമൊക്കെ കൊള്ളേണ്ട രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. അപ്പം കഴിഞ്ഞ നമ്മുടെ ലൂസി ബൈ കിച്ചുവിന്റെ ഒരു പ്രീ ഓർഡറിന്റെ ഒരു സംഭവം നമ്മൾ ഇട്ടായിരുന്നു. അപ്പം അതിന് നല്ല റെസ്പോൺസ്, കുറെ നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല നമുക്ക് ഇങ്ങനെ ഇത്ര കിട്ടുമെന്ന്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ്. അപ്പം നമ്മുടെ ആ ഇതിന്റെ കുറെ നമുക്ക് ഇപ്പോഴും കുറെ എൻക്വയറീസ് ആണെങ്കിലും നമുക്ക് ഓർഡേഴ്സ് ആണെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കീപ് സപ്പോർട്ടിങ്. പിന്നെ നമുക്ക് എൻക്വയറീസ് എല്ലാം വന്ന സമയത്ത് നമുക്കൊന്നത് ടീഷർട്ട് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാനൊരു സംഭവം ആദ്യമായിട്ട് ഇറക്കുകയാണ്. അപ്പം അത്യാവശ്യം ഒരു ക്വാളിറ്റി നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ബഡ്ജറ്റ്, അത്യാവശ്യം ഒരു നോർമൽ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം അങ്ങനത്തെ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് ആണ്. നമ്മൾ ആദ്യം സാധനം ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടൊരു സംഭവം വേണമെങ്കിൽ ഈ സംഭവം കുറഞ്ഞൊരു പ്രൈസിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ആദ്യമായിട്ട് സംഭവം ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റിയിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഒരു മിനിമം നല്ലൊരു ക്വാളിറ്റിയിലും ഒരു അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഇട്ടേക്കുന്ന സാധനം. നിങ്ങൾക്ക് അത് വാങ്ങിച്ചത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. അതെ, ഇതാണ് ഇതിന്റെ ഒരു പാക്കിങ് വരുന്നത്. ഇതിങ്ങനെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇത് ഡെലിവർ ആകുന്നത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ടീഷർട്ടിന്റെ പാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ, ടീഷർട്ടിന്റെ പാക്ക് ഇങ്ങനെ വരും. ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങളെ കൈകളിൽ ടീഷർട്ട് എത്തുന്നത്. ഇതിനകത്ത് നമ്മളിങ്ങനെ ഇട്ട് പാക്ക് ചെയ്ത് തരും. അപ്പം അത്രയാണ്. അപ്പം ഈ പ്രീ ഓർഡർ ചെയ്തേക്കുന്ന എല്ലാവർക്കും ഉടനെ തന്നെ സാധനങ്ങൾ ഇവിടെ എല്ലാം റെഡിയാണ്. അപ്പം എല്ലാവരുടെയും മുന്നോട്ട് പെട്ടെന്ന് തന്നെ എത്തും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ടീഷർട്ട് കാര്യങ്ങളെല്ലാം അതിന് പാക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ വന്നേക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ. അപ്പം നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനകത്തുള്ള പരിപാടിയിൽ നമ്മൾ പോകുന്നു. ഇതിൻ്റെ ഒരു സാധനം വരും കേട്ടോ, സൂപ്പർ ആൾട്ടോ. ഇത്
800 വിചാരിക്കുന്ന സാധനമൊന്നുമല്ലേ ഇത്. അപ്പം നമുക്ക് അവിടെ ടീഷർട്ട് കൊടുക്കാൻ പോവാം. വീടെത്തി. ഓക്കെ, താങ്ക് യു. എന്റെ കൂടെ പഠിച്ചെങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പൊ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിന് ഫസ്റ്റ് കാണുന്നോ? ആ, എനിക്ക് അറിയത്തില്ല. പോവാം. എന്ത് കേട്ടോ? അണ്ണനൊരു മീറ്റർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അവളെ ഫസ്റ്റ് ഓർഡർ കൊടുത്തു. എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. ഇവിടെ കണ്ടുപരിചയം പോലെ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറ. ഓക്കെ, എവിടെ ഒരു കണ്ടുപരിചയം തോന്നി ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ വളരെ സന്തോഷം. നമ്മളെ ഫസ്റ്റ് ഓർഡർ അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നു. അത് വാങ്ങുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇനി നമ്മളെങ്ങോട്ടാ? ഓർഡർ കൊടുക്കാൻ ഓക്കെ, നമ്മുടെ കിച്ചു ടീഷർട്ടിന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, അത് മർമ്മമായ ഉത്തരമാണ് രേണുവിന് കിച്ചു കൊടുത്തത്. ഇന്നലെ രേണു ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ ഋതപ്പണി ഞാൻ ആർക്കും തരത്തില്ല, പിന്നെ കിച്ചുവിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. എന്നാൽ കിച്ചു മാന്യമായിട്ടാണ്, അതായത് ഈ ഒരു പോസ്റ്റിൽ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് എനിക്ക് ജീവിക്കാൻ അറിയാം, നിങ്ങൾ ആരും വേണ്ട എന്നാണ് കിച്ചു ഇതിലൂടെ പറയാതെ പറയുന്നത്. ഓക്കെ, ഇത് നോക്കൂ നിങ്ങൾ, അതായത് രേണുവിന്റെ പുതിയ വീഡിയോ ആണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഈ വീഡിയോ കാണുമ്പോൾ ഞാനും നിങ്ങളും ഒരു കാര്യം ചോദിക്കും, ഇവർക്ക് ആ ഒരു രോഗം ഉള്ളതാണോ എന്ന്. അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. രോഗമുള്ളവർ ഇങ്ങനെ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിലാണോ? മുടി വെട്ടിയിട്ട് അതിനുശേഷം പുതിയ മുടി വെക്കുന്നു. എന്തൊക്കെ കോപ്രായമാണ് ഞാൻ നിങ്ങളും കാണുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ രോഗത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കള്ളത്തെ ഉണ്ടോ എന്ന് ഞാൻ പേഴ്സണലി സംശയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടമാണ് എൻ്റെ പൊന്നുമനുഷ്യന്മാരെ. ഹോസ്പിറ്റലിൽ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. എന്തായാലും വേറെ രേണുവിൻ്റെ ഹോസ്പിറ്റലിലല്ല, വേറൊരു ഹോസ്പിറ്റലിൽ നടന്ന ഈ ഒരു ഞെട്ടിക്കുന്ന തട്ടിപ്പ് നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണണം. ഓക്കെ, എന്താ ചെയ്തിട്ടാ? ഏത് വകുപ്പില? ബില്ലൊന്ന് കാട്ടെ. പള്ളി പോയി പറഞ്ഞാൽ മതി, നിങ്ങളങ്ങ് എടുത്തോ. സാറേ, ഇത് ഏത് രീതിയിൽ 82,100 ഞാനേ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സാറ് വെളിയിൽ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. ഞാനൊരു അല്ല, ഓക്കെ സാറേ, 82,150 രൂപ ഏത് രീതിയിലാണ് ഈ പേഷ്യന്റ് വരുന്നത്? ഓക്കെ, ഞങ്ങൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ്, ഡോക്ടർ ആരെ കൺസേൺഡ് പേഴ്സണെ ഞങ്ങൾക്ക് കാണണം. നിങ്ങളത് ബില്ലിങ് ആവണം. ഞങ്ങൾക്ക് അത് ഓക്കെ, ഞങ്ങൾ കൺസേൺഡ് പേഷ്യന്റ്. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞ സാറിന്റെ അടുത്ത് ഇല്ലല്ല, ഞങ്ങള് കാരണം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ ഞങ്ങൾ മെനിങ്ങാന്ന് പോലും ഗോകുലം മെഡിക്കൽ കോളേജിൽ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് എത്ര മണിക്കാ അനീഷ് എത്ര മണിക്കാണ് ഈ ലാബ് റിപ്പോർട്ട് വന്നത്? ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ട് ഇവര് അവര് നമ്മളെ ഇൻഫോം ചെയ്തില്ല. എത്ര മണിക്കാ? പിന്നെ ഇവര് വൈകുന്നേരം 8 മണിക്കല്ലേ നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്നത്? 8 ഇപ്പം പറയുന്നത് എന്തോ പറയുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, എത്ര പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണോ അല്ലേ? ഇത്രയും പൈസ മേടിക്കുന്നില്ല. ഇയാസ് 10,000-15,000 രൂപ മേടിക്കുന്നുള്ളൂ. നിങ്ങളെന്ത് നിങ്ങൾ സ്റ്റാഫിന് പൈസ കൊടുക്കണമെങ്കിൽ ഞങ്ങളെ പാമ്പടെ പിടിച്ചാൽ കൊടുക്കുന്നത് പിടിയോ? രണ്ടു ദിവസം അവിടെ കിടത്തിന് പത്തോളം കുത്തിയത്തിന് 80,000 55,000 അത് റെഡിയായി വേണ്ടില്ല. ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നു. ഷിഫ്റ്റ് ചെയ്യണ്ട, ഇവിടെ ഓക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ 8 മണിക്ക് പറയും. ഉച്ചയ്ക്ക് വന്ന ലാബ് റിപ്പോർട്ട് ഉച്ചയ്ക്ക് വന്നിട്ടും അതിനകത്ത് വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടിട്ട് അതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പം പറയുക ക്രിട്ടിക്കലാണ്, എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. 82,000 രൂപയുടെ ബില്ലും. 82,000 ബില്ലും വെള്ളരിക്കപ്പെടണം. അവരെന്ത് വിചാരിക്കുന്നത്? നമുക്കെന്തോന്നും അറിയത്തില്ല, പൊട്ടന്മാരാന്ന് വിചാരിച്ചു. അതായത് പള്ളി പോയി പറഞ്ഞാൽ മതി. അന്ന് അവർ അന്നേ പറഞ്ഞ നമ്മൾ അന്നേ ഷിഫ്റ്റ് ചെയ്തില്ല. ഇപ്പൊ പറയും ക്രിട്ടിക്കലാണ്.
എന്റെ പൊന്ന് ചേട്ടാ, ഇത് ഒന്നും ആയില്ല. അവർ ഒന്നോടെ നശിപ്പിച്ച് തന്നതേ ഉള്ളൂ. ഈ നശിപ്പിച്ചതിന് പൈസ അവർക്ക് 80,000 കൊടുക്കണമെന്ന്. ഒരു ബോഡി ഒരു മനുഷ്യനെ നശിപ്പിച്ച് തന്നതിന് 80,000 അങ്ങോട്ട് കൊടുക്കാം. 85,000. അത് എത്രയും പെട്ടെന്ന് ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. എന്താ കൊടുക്കുന്നു? അതെന്തോ ഇത്? ആ പിന്നല്ല എന്തോ അല്ല, അവരുടെ അങ്ങ് തിന്നട്ട്. അല്ല, നമ്മൾ മെനിങ്ങാന്നേ പറയുന്നു ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുവാ. അത് വേണ്ട, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അല്ല അല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അതൊന്നും പ്രശ്നമില്ല മാഷെ, അതൊന്നും പ്രശ്നമില്ല. ആ ആ ഇല്ല ഇല്ല ഇല്ല. അല്ല ചേട്ടാ, അങ്ങനെ അങ്ങ് ഭയങ്കര ഇതായിട്ടൊക്കെ പറയല്ലേ. ഇതങ്ങ് ഭയങ്കര ഇതായിട്ടൊക്കെ പറയല്ലേ. നിങ്ങൾക്ക് 6 മണിക്ക് അല്ല, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ട് അല്ലയോ ചേട്ടാ? ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ആ നിങ്ങൾ ഞാനേ മീഡിയയുടെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പുച്ഛിച്ച മെനിങ്ങാതെ ഞങ്ങൾ 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോ ഇവിടെ ഐസിയുവിന്റെ ഫ്രണ്ടിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു അവരുടെ കയ്യിലെ കുഴപ്പമാണ്. ഇവിടെ ഐസിയുവിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നടന്നത് എന്തുവായിരുന്നു? അല്ല ഐസിയു അല്ല, ഇവിടെ എന്തുവാ പറയുന്നേ, ട്രോമ കെയർ യൂണിറ്റ് ആണല്ലോ. ട്രോമ കെയർ യൂണിറ്റ് ആണല്ലോ. ആ അതിന്റെ ഫ്രണ്ടിൽ നടന്ന കാര്യം എന്തുവായിരുന്നു? മെനിങ്ങാന്ന് നടന്ന കാര്യം എന്തുവായിരുന്നു? ഇവിടെ ഒരു പേഷ്യന്റിന്റെ ഒരു 10-25 റിലേറ്റീവ്സ് വന്ന് ഇവിടെ നടന്ന കാര്യം എന്തുവായിരുന്നു? അയ്യോ എന്റെ ദൈവമേ, നമ്മൾ കണ്ടില്ല. ഇവിടെ എന്തുവായിരുന്നു? ഇവിടെ അവര് വന്ന് ഇത് ഇടിച്ചു തള്ളി അകത്ത് കയറിയിട്ട് എന്തെല്ലാം വിഷയങ്ങളാണ്. എന്തിനായിരുന്നു എന്ന് പറ, പറയൂ. കുഴപ്പമില്ല, താങ്കൾ തന്നെ പറഞ്ഞു എന്തിനാന്ന് പറഞ്ഞു. അല്ല, ഇവിടെ അന്നേരം മെനിങ്ങാന്ന് നടന്ന വിഷയങ്ങളൊന്നും ഇല്ലയോ? അല്ല, ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ശരി, ഓക്കെ. ഞാൻ എന്റെ പേഷ്യന്റിന്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് അല്ല എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാ. അനീഷിങ് താങ്കളുടെ വൈഫ് ഉണ്ടായിരുന്നു, റിലേറ്റീവ് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവർ അല്ല പുച്ഛിച്ച് അല്ല, താങ്കൾ പുച്ഛിച്ച് എഴുതുന്ന പല കാര്യങ്ങൾ. സാറേ, നമ്മൾ ആരെയൊക്കെ കണ്ടാന്ന് എന്താണ് നിങ്ങൾക്ക് എന്താ അച്ഛന്റെ അവസ്ഥകൾ എന്താണെന്നുള്ളതും അറിയാമായിരുന്നു. നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ അകത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മെനിങ്ങാന്ന് അവന്മാര് വന്നപ്പോ ഒരു പെണ്ണിനെ മാത്രം വിളിച്ച് സംസാരിച്ച്, അവരുടെ റിലേറ്റീവ്സിനെ വിളിച്ച് സംസാരിക്കുക, പെണ്ണിനെ മാത്രം വിളിച്ച് സംസാരിച്ച് നൈസ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ കേട്ടയാണ്, ഞങ്ങൾ കണ്ടതാണ്. ഓക്കെ യു ടോക്ക് ടു ഹിം. ഓക്കെ ഓക്കെ വിളിച്ചോ. നോ പ്രോബ്ലം. അല്ല വിളിച്ചോ. മീഡിയ സൈഡ് എന്ന് പറയുന്നത് മീഡിയ ആൾക്കാർക്ക് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ഇതല്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലാണ്ട് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളൊരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് വന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവും? അതേപോലെ തന്നെയാണ് മറ്റുള്ള. ഓക്കെ, ഇതാണ് പൊന്നുമനുഷ്യന്മാര്. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ തട്ടിപ്പൊക്കെ നടത്തുന്നവരുണ്ട്. ചിലപ്പോൾ രേണു സുധിയും അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യാൻ അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.